ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ട് MCOM എക്സാമിന് ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളൊരു സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ MCOMൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള ഒരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് OB അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഒരുപാട് തിയറീസ് അതിലിങ്ങനെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഒരുപാട് വായിക്കാനുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കി ആ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്തായാലും വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം നിങ്ങൾ മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെയും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി മുൻപുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള 5 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഈ സബ്ജക്റ്റ് തന്നെ നമ്മൾ എന്തായിരുന്നു, മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് തിയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് എഴുതണം. അതിൻ്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ എഴുതണം. MCOM സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റേജിലാണ് മാർക്ക്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതേണ്ടി വരും. ഷോർട്ടായിട്ടൊന്നും എഴുതിയാൽ നമുക്ക് മാർക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ എന്താണ്, ബിഹേവിയർ എന്താണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചുള്ള എലമെൻറ്റ്സ്, അങ്ങനെയുള്ള നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് എഴുതാൻ. ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ആൻസർ വന്നാലും എസ്സേക്ക് ചോദിച്ചാലും എല്ലാം എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. നമുക്ക് ലേണിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ 3 തിയറീസാണ് പറഞ്ഞിട്ടുള്ളത്. ബിഹേവിയറൽ തിയറി ഉണ്ട്, കോഗ്നിറ്റീവ് തിയറി ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ലേണിംഗ് തിയറി. ഇത് 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തിയറീസ് ഓഫ് മോട്ടിവേഷനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ്. നമ്മളിപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ പറഞ്ഞു, ഇനി ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഹെൽപ്പുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ, അയാളുടെ പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഫാക്ടേഴ്സാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനൂടെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യനാണ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെ ഇതിൽ പഠിക്കാനുണ്ട്. അതിൽ ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, അതുപോലെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ മാക്ഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. മാക്ഗ്രിഗറിൻ്റെ തിയറി എക്സും തിയറി വൈയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ +2 മുതൽ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ട് അല്ലേ. മോട്ടിവേഷണൽ തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് +2 മുതൽ തന്നെ ഈ ഒരു തിയറി എക്സും തിയറി വൈയും നമ്മൾ കേൾക്കുന്നതാണ്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേ തിയറീസ് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ മാക്ഗ്രിഗറിൻ്റെ തിയറി എക്സും തിയറി വൈയും. ചിലപ്പോൾ നമുക്ക് എസ്സേ ആയിട്ടൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ തിയറി മാത്രമായിട്ടും ചോദിക്കാം. ഈ ഒരു സബ്ജക്റ്റ് കുറച്ച് വൈഡാണ്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ക്ലാസ്സസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മുൻപുള്ള എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വരാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നതിനനുസരിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. മേ ബി ഈ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്കിത് കൂടെ പഠിച്ചു വയ്ക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മുൻപുള്ള വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. മുൻപുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വീഡിയോ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം വേഗത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ മെയിൻലി നമ്മളുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ MCom ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള സെമസ്റ്ററിലുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്